വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന് 50-50 ചാൻസ് ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴും ഒരു 50% സാധ്യത അവിടെ ഞാൻ കണ്ടിരുന്നു. അത് എല്ലാ വിധേയത്വങ്ങൾക്കുമപ്പുറം, എല്ലാ സ്വാധീന ആരോപണങ്ങൾക്കുമപ്പുറം വിധി പറയാൻ പോകുന്ന ജഡ്ജി ഒരു വനിതാ ജഡ്ജിയാണ്. ഈ ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഹൃദയം ഉലഞ്ഞു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ജഡ്ജിയുടെ മനസ്സിലുണ്ടാകുമെന്നും നിലവിൽ ലഭ്യമായിരിക്കുന്ന സാഹചര്യ തെളിവുകൾ ഗൂഢാലോചനയിലേക്ക് നയിക്കുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി വല്ലാതെ നമ്മളെ നിരാശപ്പെടുത്തുന്ന വിധിയാണ്. ജോനാഥൻ സ്വിഫ്റ്റ് എപ്പോഴും പറയാറുണ്ട് ഈ നിയമത്തെക്കുറിച്ച്, നിയമത്തിനെ ഉപമിച്ചിരിക്കുന്ന ഒരു ചിലന്തി വലയോടാണ്. നിയമം ഒരു ചിലന്തി വലയാണ്. ചെറുപ്രാണികൾ ആ ചിലന്തി വലയിൽ കുടുങ്ങും. വണ്ടുകളും പെരുങ്കീടങ്ങളും ആ ചിലന്തി വല ഭേദിച്ച് പുറത്തു പോകും. ഇതാണ് ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്നു സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയല്ലേ. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പ്രോസിക്യൂഷൻ ചുമത്തി എല്ലാ വകുപ്പുകളിലും ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വകുപ്പുകളിലും കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ കുറ്റത്തിലേക്ക് പ്രതികളെ നയിച്ചവർ ആര് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതാദ്യമേ പറയട്ടെ, ഈ വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന് ഈ വിധി നിലവിൽ ഒരുപാട് റൂമറുകൾ, അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേട്ടെങ്കിലും അപ്പോഴും നമ്മൾ വിചാരിച്ചു ഒരു നീതി പുലരുന്നൊരു വിധി ഈ വനിതാ ജഡ്ജിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഇത് വിധിയാണോ അതല്ല ഈ വിധിയിലേക്ക് നയിച്ചത് വിധേയത്വമാണോ എന്നൊന്നും എനിക്കിപ്പോഴറിയില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരും ദിനങ്ങളിൽ പുറത്തു വരുമായിരിക്കും. നമ്മുടെ നാട്ടിൽ സമാനമായ വിധികൾ എത്രയോ വന്നു കഴിഞ്ഞു. വിതുര കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കേസിലെ പ്രതികൾ എവിടെയാണ്? ഒരു കട്ടിലിന് ചുറ്റും കേരളത്തിലെ ഒരു പ്രശസ്തനായ മനുഷ്യൻ ഒരു പെൺകുട്ടിയെ ഓടിച്ചിട്ടതിൻ്റെ കഥ പറയുന്നുണ്ട്. ആ അതിജീവിതയുമായി സംസാരിച്ച നിരവധി ആക്ടിവിസ്റ്റുകൾ ആരെയും ശിക്ഷിച്ചില്ല. പ്രകൃതി തന്നെ പിന്നീട് ശിക്ഷ പല കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു. സൂര്യനെല്ലി കേസിൽ താഴ്ന്ന കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ട പ്രതികളെ പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് വീണ്ടും പിടിക്കുന്നത്. പക്ഷേ അപ്പോഴും സൂര്യനെല്ലി കേസിലെ കുപ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള വളരെ വളരെ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച ജഡ്ജ്മെൻറ്റ്, അത് വന്നത് ഈ നാട്ടിലാണ്. ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടത് ഈ നാട്ടിലാണ്. വിതുര കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് ഈ നാട്ടിലാണ്. കിളിരൂർ കേസിൽ യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടിക്കാതെ പോയത് ഈ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിധിയും അതിൻ്റെ മറ്റൊരു തുടർച്ചയായി മാറുന്നു എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടി, വളരെ ആശങ്കയോടുകൂടി ഞാൻ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ സൂര്യനെല്ലി കേസിൽ സംഭവിച്ചതുപോലെ സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഈ കേസിൽ വെറുതെ വിട്ട പ്രതികളെ ഒരു പക്ഷേ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നേക്കാം. അതൊക്കെ ഇനി ദിവസങ്ങൾ എടുക്കുന്ന കാര്യമാണ്. എനിക്ക് 3 കാര്യങ്ങൾ പ്രധാനമായും പറയണം. ഒന്ന്, ഈ വിധിക്ക് ശേഷം വന്നിരിക്കുന്ന ദിലീപിൻ്റെ പ്രതികരണം അത് സൂക്ഷ്മമായി ഒന്ന് വായിച്ചെടുക്കുമ്പോൾ അതിലൊരു ആസൂത്രണത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും. ഇതൊരു പ്രീ പ്ലാൻഡായ, പ്രീ സ്ക്രിപ്റ്റഡായ ഒരു സ്ക്രീൻ പ്ലേ ഡയലോഗാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത, മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു തിരക്കഥാ സംഭാഷണമായിരുന്നു ദിലീപിൻ്റേത്. ടു കോട്ട് ദിലീപ്, ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളിലൂടെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞു. പ്രീസ്ക്രിപ്റ്റഡായ ആരെയൊക്കെയാണോ ഈ വൈരാഗ്യത്തിൻ്റെ മുനയിൽ നിർത്തേണ്ടത് അവരെ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ട് ബി സന്ധ്യ IPS, മഞ്ജു, ഒപ്പം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ, ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, എല്ലാവരെയും കുറിച്ചാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വിധി പ്രതീക്ഷിച്ചതുപോലെ എത്രയെത്രയോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കി, വരാൻ പോകുന്ന സിനിമയുടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി, എല്ലാ PR വർക്ക് ഏജൻറ്റുമാരെയും പണി ഏൽപ്പിച്ചാണ് ദിലീപ് ഈ വിധി കേൾക്കാനായി വന്നിരിക്കുന്നത്. വിധി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും PR ഏജൻറ്റുമാർ പണി തുടങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള PR പ്രവാഹമാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. തീർച്ചയായും അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ദിലീപ് ഒരു നിസ്സാരക്കാരനല്ല. ഈ കേസിൽ പ്രേക്ഷകർ മനസ്സിലാക്കണം, ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ മലയാള ചലച്ചിത്ര ലോകത്തിലെ സർവശക്തനായിരുന്നു. നിർമ്മാണ മേഖലയിൽ, സംവിധാന മേഖലയിൽ
ഒപ്പം സിനിമയുടെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട പ്രദർശനവുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നടന്മാരുടെ സംഘടനയിൽ എന്ന് തുടങ്ങി സിനിമയുടെ A to Z ദിലീപിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വലിയ നെറ്റ്വർക്കായിരുന്നു അത്. അതിജീവിതയ്ക്ക് നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ചെറുതല്ല. അതിജീവിതയ്ക്ക് മാത്രമല്ല, അതിജീവിതമാർക്കൊപ്പം നിന്നവർക്കും നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ്, പ്രീ സ്ക്രിപ്റ്റഡായ ഒരു ഡയലോഗ് പോലെയാണ് ദിലീപ് വന്നത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരോടും ഈ നടിയോടും ഒപ്പം നിന്നവരോടുമുള്ള ആ വൈരാഗ്യവും വിദ്വേഷവും എത്രയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നതായിരുന്നു ദിലീപിൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? കോടതിയിൽ വന്ന ഒരു മുഖ്യമന്ത്രിക്ക് ദിലീപ് തന്നെ അയച്ചു കൊടുത്തൊരു പരാതിയുണ്ടല്ലോ, പൾസ് സുനി എഴുതിയൊരു കത്തുണ്ടല്ലോ. ആ കത്തിന്മേലല്ലേ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ സൂചനയുണ്ടാവുന്നത്? ആദ്യം ഈ അന്വേഷണം ദിലീപിലേക്ക് പോകുന്നതും അവിടെ മുതലല്ലേ? അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാലം തെളിവുകൾ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ആ തെളിവുകൾ കോടതിക്ക് ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, സഞ്ജയ് ചന്ദ്ര കേസിലാണെങ്കിലും ശരി, രാജീവ് ഗാന്ധിയുടെ വധക്കേസിലാണെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധിയെ വധിച്ച കേസിലാണെങ്കിലും ശരി, ഒക്കെ പലയിടങ്ങളിൽ ഗൂഢാലോചന തെളിയിക്കാൻ ഈ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്, അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കേസിൽ പക്ഷേ നേരിട്ട് പൾസ് സുനിയുമായി ദിലീപ് സംഭാഷണം നടത്തുന്ന ശബ്ദരേഖയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ തെറ്റി. പക്ഷേ എത്രയോ പ്രധാനപ്പെട്ട തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. 3 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതല്ലേ? ഈ പെൺകുട്ടിയെ അതിജീവിതയെ പീഡിപ്പിക്കുന്ന സമയത്ത് അതിജീവിതയുടെ വിരലുകൾ അണിഞ്ഞിരുന്ന മോതിരം ദൃശ്യത്തിൽ വരണമെന്ന് നിർബന്ധം പിടിച്ചു ഈ പറയുന്ന പീഡകനായ പൾസ് സുനി. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരന്വേഷണവും ആ ഭാഗത്തേക്ക് ഉണ്ടായില്ലല്ലോ. അവിടെയാണ് ഈ പെൺകുട്ടിയോടുള്ള അതിജീവിതയോടുള്ള മുൻവൈരാഗ്യത്തിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നത്. വിശ്വാസയോഗ്യമായ മൊഴിയായിരുന്നില്ലേ പലതും? 28 പേർ കൂറുമാറിയെങ്കിലും മുൻവൈരാഗ്യം അതിജീവിതയോടുണ്ടായിരുന്നു എന്നത് ഈ നമ്മുടെ മുന്നിൽ വന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അന്വേഷണം എവിടെ വരെ എത്തി? പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ബാലചന്ദ്രകുമാർ അടക്കം നൽകിയ മൊഴികൾ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പരിശോധിക്കാതെ പോയത്? പോയിന്റ് നമ്പർ 4, എന്തുകൊണ്ടാണ് ദിലീപ് എന്ന നടൻ പൾസ് സുനിയെ കണ്ടില്ല എന്നും മുൻകൂർ ജാമ്യം എടുക്കുകയും പിന്നീടത് 2 സെറ്റുകളിൽ വെച്ച് ഇവർ കണ്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരികയും ജോർജേട്ടൻ സ്ഫുരം എന്ന സിനിമയുടെ സെറ്റിൽ പൾസറെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെല്ലാം ജഡ്ജിയുടെ കൂടി ഡിസ്ക്രീഷന് കൂടി ബാധകമാണ്. സാഹചര്യ തെളിവുകൾ തെളിയിക്കാൻ, ആ സാഹചര്യ തെളിവുകളിലൂടെ ഗൂഢാലോചനയിലേക്ക് എത്താൻ ജഡ്ജിയുടെ ഒരു മനസ്സവിടെ വേണമായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ കേസിൻ്റെ വിധി മറ്റൊന്നാകാം എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ കേസിൻ്റെ അസ്വാഭാവികതയാണ്, അപൂർവതയാണ്. നാളിന്ന് വരെ നീതിന്യായ ചരിത്രത്തിൽ ഒരു വിചാരണ നടക്കുന്ന സമയത്ത് എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് ഒരു അതിജീവിതയും ഇറങ്ങി ഓടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തു വന്ന് പ്രതികരിച്ചിട്ടുണ്ടാവില്ല, മേൽക്കോടതികളെ സമീപിച്ചിട്ടുണ്ടാവില്ല. പലതവണ പലകുറി ഈ വിചാരണ കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കില്ല എന്ന് വിചാരണ വേളയിൽ തന്നെ അതിജീവിത പറഞ്ഞ കേസാണ്. 6 തവണ പറഞ്ഞ കേസാണ്. തീർന്നില്ല. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ, അതിലൊന്ന് സുരേഷനും മറ്റൊന്ന് CBIയുടെ പ്രോസിക്യൂട്ടറായിരുന്ന അനിൽകുമാറും ഈ കേസിൻ്റെ വിചാരണ വേളയിൽ ഈ വിചാരണ രീതിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇത് അവസാനിപ്പിച്ചു പോയതാണ്. ഇവിടെ നിന്നും ഈ വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന വിമർശനം ഉന്നയിച്ചതാണ്. ഇന്നും സുരേഷൻ അത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് നിരാശപ്പെടുത്തുന്ന വിധിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കേസുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 3, ഈ അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ജുഡീഷ്യറി തന്നെ ആ സ്വകാര്യതയെ അടങ്ങിയ, ആ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി ഈ ജുഡീഷ്യറിയിലെ തന്നെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടിട്ടും അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ നിശബ്ദമായിരിക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുനിയാൽ പീഡിപ്പിക്കപ്പെടുന്നു, സുനിയും സംഘത്താലും പീഡിപ്പിക്കപ്പെടുന്നു, മറ്റൊരു ഘട്ടത്തിൽ ഒരു വ്യവസ്ഥയാൽ പീഡിപ്പിക്കപ്പെടുന്നു. ആരാണോ നമ്മളെ സംരക്ഷിക്കേണ്ടത്, ആ ജുഡീഷ്യൽ സംവിധാനം തന്നെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അനധികൃതമായി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്യപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണിത്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം അതിജീവിതയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഗെറ്റ് ടുഗദർ നടത്തുന്ന വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന പ്രതികളായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തിരിച്ചടിയായേക്കാവുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ അതിജീവിതയോട് നമുക്ക് പറയാനുള്ളത്, അതിജീവിത ഈ കേസിൽ ഭാഗികമായ നീതിയാണ് അതിജീവിതയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഭാഗികമായ നീതി എന്നൊന്നില്ല. നീതി, പൂർണ്ണ നീതി മാത്രമേ നീതിയാവുന്നുള്ളൂ. എല്ലാ ഭാഗികമായ നീതിയും വ്യാജനീതിയാണ്, അത് അനീതിയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പക്ഷേ അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട്, ആ നിലപാടിൽ 8.5 വർഷക്കാലം അടിയുറച്ച് നിന്നതിലൂടെ താൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം
ഈ അതിജീവിതയുടെ നിലപാടുകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതാണോ? ICC എന്ന് പറയുന്നത്, WCC എന്ന് പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്, സിനിമാ സെറ്റുകളിൽ ICC കൊണ്ടുവരാൻ കാരണമായത്, ഹേമ കമ്മിറ്റി കൊണ്ടുവന്നത്, സിനിമാ സെറ്റുകളിൽ സിനിമയിലെ തിരക്കഥയിൽ പോലും സ്ത്രീവിരുദ്ധമുള്ള കഥാസന്ദർഭങ്ങൾ ഉണ്ടാകരുത് എന്നൊരു ബോധ്യമുണ്ടായതിന്, അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത്. കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നത്തെ പ്രതികരണം വായിക്കുമ്പോൾ. എങ്കിൽ പോലും ഈ മാറ്റങ്ങൾക്കെല്ലാം വഴി തെളിച്ചിരിക്കുന്നത് അതിജീവിതയുടെ ധീരതയാർന്ന നിലപാടാണ്. ആ നിലപാടിനാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഭാഗികമായ നീതി അനീതിക്ക് സമമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രതികരണങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ, ഈ കോടതി വിധി വരും മുൻപ് തന്നെ പ്രതിക്ക് സംരക്ഷണ കവചമൊരുക്കിയ ഒരാൾ ഇപ്പോൾ തലസ്ഥാനത്ത്, അഥവാ പ്രതിക്ക് അനുകൂലമായി വിധി നേരത്തെ തന്നെ, കോടതി വിധിക്ക് മുമ്പേ തന്നെ പറഞ്ഞൊരു അന്വേഷണ ഉദ്യോഗസ്ഥ തലസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ചില വിഗ്രഹങ്ങളുടെ ഇടപെടലുകളും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വരും നാളുകളിൽ ഇത് പുറത്തു വരും. കേൾക്കുന്ന കഥകളിൽ വിഗ്രഹങ്ങൾ വീണുടയാൻ പാകത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് പല കോണുകളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗിക നീതി അനീതിയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ പോരാട്ടം അതിജീവിത തുടരുമ്പോൾ, ഈ കേസ് സെഷൻസ് കോടതി അവസാനിപ്പിച്ചിട്ടുള്ളൂ. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഈ കേസ് അവസാനിപ്പിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവും. അത് തീർച്ചയായും അത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളിലേക്കും ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയും ചെയ്യും. ഈ കേസ് അവസാനിക്കുന്ന നിമിഷം വരെ, അന്തിമ വിധി ഏറ്റവും ഉയർന്ന നീതിപീഠത്തിൽ നിന്ന് വരുന്ന നിമിഷം വരെയും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് റിപ്പോർട്ടർ TV എടുക്കും എന്ന് അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന്, ഈ വിധി ഇങ്ങനെയാകാമെന്ന് കരുതിയിരുന്നെങ്കിലും പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും ആ കോടതിയിലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ. ഈ നിയമം ഒരു ചെലന്തി വല പോലെയാണ്. ആ ചെലന്തി വലയിൽ ചെറിയ പ്രാണികൾ കുടുങ്ങിയേക്കാം, പക്ഷേ വലിയ വണ്ടുകളും വലിയ പ്രാണികളും ആ ചെലന്തി വല പൊട്ടിച്ചു തന്നെ പോകും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.